ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു 1 lakh ബഡ്ജറ്റ് വരുന്ന ഒരു ഗെയിമിംഗ് പി സി ബിൽഡ് കാണാം. ഈ ബിൽഡിന് വേണ്ടി യൂസ് ചെയ്യുന്ന സ്പെക്സ് എല്ലാം ടേബിളിൽ തന്നെ ഷോക്കേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് തന്നെ ഒരു ക്ലിയർ ഐഡിയ കിട്ടും. ക്യാബിൻ X6 ക്രിസ്റ്റൽ 6 ഫാന്, X7 7 ഫാൻ വരും, 550 ഗ്രാഫിക്സ് കാർഡ് 8 GB, 680 പവർ സപ്ലൈ വിത്ത് 80 പ്ലസിൻ്റെ ആൻഡ് സ്പോർട്സിൻ്റെത്. ആൻഡ് സ്പോർട്സിൻ്റെ തന്നെ കൂളർ ഫാൻ, നമ്മുടെ പ്രൊസർ കൂടിയുള്ള ഫാൻ, പ്രൊസർ റൈസർ, മദർ ബോർഡ് 450. ഏകദേശം ഇതിൻ്റെ ബിൽഡ് വരാൻ നേരത്തെ ഏകദേശം ഒരു 1 lakh ലെവലിൽ നിൽക്കും. 1 ലക്ഷം രൂപയുടെ പി സി. ഇതിനകത്ത് കുറേ കാര്യങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. മോണിറ്റർ വരുന്നുണ്ട്, UPS വരുന്നുണ്ട്. അത് കണക്ക് തന്നെ 1 lakhൻ്റെ പി സിയാണ് കൊടുക്കുന്നത്. പക്ഷെ നിലവിൽ നമ്മുടെ ഇരിക്കുന്ന ഈ ക്യാബിനറ്റ് അകത്ത് മദർ ബോർഡ്, പ്രോസസ്സർ, റാം 8 GB-യുടെ 2 സ്റ്റിക്കാണ്. ഓക്കെ, അതിൻ്റെ പുറഞ്ഞിട്ട് മദർ ബോർഡിൽ 4 സ്ലോട്ട് വരുന്നുണ്ട്, NVMe സ്ലോട്ട് വരുന്നുണ്ട്, ഗ്രാഫിക്സ് കാർഡിന് ഒരു സിംഗിൾ സ്ലോട്ട് വരുന്നുണ്ട്, റാമിന് 4 സ്ലോട്ട് വരുന്നുണ്ട്. വൈഫൈ ഉള്ള മോഡലല്ല, മദർ ബോർഡ് പ്രൊസസ്സർ മാത്രം സെക്കൻഡ്സ് എടുത്തുകൊണ്ട് ബാക്കി എല്ലാം ബ്രാൻഡ് ന്യൂ ആക്കിയിട്ട് ബിൽഡാണ്. ആദ്യം നമുക്ക് ക്യാബിനറ്റ് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇവിടെ കാണുന്നത് ഒരു പ്രീമിയം ബിൽഡ് ക്വാളിറ്റി ഉള്ള ക്യാബിനറ്റ് ആണ്. ഈ ഒരു ക്യാബിനറ്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആൾറെഡി 6 ഫാൻസ് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ മോഡേൺ IO സപ്പോർട്ട് എന്ന് വെച്ചാൽ USB Type-Cയും ഓഡിയോ പോർട്സും ഉണ്ട്. അത് മാത്രമല്ല അത്യാവശ്യം നല്ല എയർ ഫ്ലോ ഉള്ള ഡിസൈനും സ്പേസും ഉള്ള ഒരു ക്യാബിനറ്റും കൂടിയാണ്. RGB കൺട്രോൾ ചെയ്യാൻ സെപ്പറേറ്റ് ബട്ടണും ഈ ഒരു ക്യാബിനറ്റിൽ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് പവർ സപ്ലൈ ഓപ്പൺ ചെയ്യാം. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് AMD eSports-ന്റെ RX 650. പേര് പറയുന്ന പോലെ തന്നെയാണ് 650 വാട്ട്സ് ആണ് ഈ പവർ സപ്ലൈ നമുക്ക് തരുന്നത്. ഒരു സ്റ്റേബിൾ പവർ ഡെലിവറി തരുന്നുണ്ട്. അതുപോലെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു പവർ സപ്ലൈയും കൂടിയാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദർ ബോർഡിലോട്ട് പ്രോസസ്സറും കൂളറും അതേപോലെ കസ്റ്റമർ തന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ SSDയും കൂടി നമുക്ക് എന്ത് ചെയ്യണം, ഇൻസ്റ്റാൾ ചെയ്യണം. സോ പ്രോസസ്സറിനായി നമ്മൾ ചൂസ് ചെയ്തത് AMD Ryzen 5ഉം അതിനുവേണ്ടി കൂൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കൂളർ AMD eSports-ന്റെ തന്നെ ഒരു മോഡലുമാണ്. നമ്മൾ എടുത്ത മദർ ബോർഡ് MSI B450M-A Pro ആണ്. ഇതൊരു AM4 സോക്കറ്റ് വരുന്ന ബോർഡാണ്. DDR4 റാം സ്ലോട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബോർഡും കൂടിയാണ്. അത് മാത്രമല്ല നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ബോർഡ് വാല്യൂ ഫോർ മണി പ്രോഡക്റ്റ് ആണ്, മെയിൻ ആയിട്ട് ബിഗിനേഴ്സിന്. ഇവിടെ നമ്മൾ DDR4-ന്റെ 8 GB-യുടെ 2 റാം സ്റ്റിക്ക് ആണ് ആഡ് ചെയ്യുന്നത്. ഡുവൽ ചാനൽ പെർഫോമൻസ് കിട്ടാൻ വേണ്ടിയാണ്. ഇനി നേരെ പവർ സപ്ലൈട്ട് വരാം. ഇതിൽ 24 പിൻ കണക്ടർ, GPU പിൻ, SATA കേബിൾസ്, മദർ ബോർഡിലോട്ട് കണക്ട് ചെയ്യാനുള്ള കേബിൾ എല്ലാം തന്നെയുണ്ട്. അതും ക്വാളിറ്റി വയർസ് ആണ് തരുന്നത്. ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി ഡീസന്റ് ആണ്. എടുത്തു പറയാനുള്ള ഇതിന്റെ ഫാൻ നോയ്സ് കുറവാണ്. ഇനി ചെയ്യാനുള്ളത് പവർ സപ്ലൈയും മദർ ബോർഡും നമ്മളെ ക്യാബിനിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഫസ്റ്റ് നമുക്ക് പവർ സപ്ലൈ കണക്ട് ചെയ്യാം, എന്നിട്ട് മദർ ബോർഡ്, എന്നിട്ട് പവർ സപ്ലൈ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, മദർ ബോർഡിലോട്ടും കേബിൾ കണക്ട് ചെയ്യാം. പിന്നെ വരുന്നത് എല്ലാ കേബിൾസ് ഒന്ന് കണക്ട് ചെയ്യുക. പിന്നെ ഈ പിരിഞ്ഞിരിക്കുന്ന കേബിൾസിനെ എല്ലാത്തിനും എന്ത് ചെയ്യുക, ഒന്ന് മാനേജ് ചെയ്ത് ഒന്ന് ക്ലീൻ ആയിട്ട് വെക്കുക. ക്ലീൻ ആയിട്ട് വെക്കുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ക്ലീൻ അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട്സ് വരാം. അത് മാത്രമല്ല പ്രോപ്പർ എയർ ഫ്ലോയും നടക്കത്തില്ല. അപ്പൊ നല്ലൊരു കേബിൾ മാനേജ്മെന്റ് അത്യാവശ്യമാണ് ഒരു PC ബിൽഡിന്റെ അകത്ത്.
ഇനി ഈ പി സിക്കകത്ത് പെൻഡിങ് ആയിട്ടുള്ള ഒറ്റൊരു ഹാർഡ്വെയർ മാത്രമേ ഉള്ളൂ, നമ്മുടെ ഗ്രാഫിക്സ് കാർഡ്. കസ്റ്റമർ തന്നെ ചൂസ് ചെയ്ത ഒരു കാർഡാണ് RTX 5050. ഈ കാർഡിന് അതിൻ്റെ ആയിട്ടുള്ള അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട്. അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഡുവൽ ഫാൻ ഡിസൈൻ ആണ്, DLSS 4 സപ്പോർട്ട് ഉണ്ട്, മെറ്റൽ ബാക്ക് ഫ്ലാറ്റ് ആണ്. അത് മാത്രമല്ല പവർ കൺസപ്ഷൻ 130 വാട്ട്സും റെക്കമെൻഡഡ് PSU 550 വാട്ട്സുമാണ്. 3 ഡിസ്പ്ലേ പോർട്ട് വരുന്നുണ്ട്, ഒരു HDMI പോർട്ടും. മാക്സിമം 4 മോണിറ്റർ വരെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്പ്ലേ പോർട്ട് യൂസ് ചെയ്ത് 4K തൊട്ട് 8K വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഔട്ട്സ് എടുക്കാൻ പറ്റും. ഈ കാർഡിന്റെ ഡിസഡ്വാൻറ്റേജ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റിൽ പറയുക. ഇനി വരുന്നത് GPU ബോർഡിലോട്ട് കണക്ട് ചെയ്യുന്നതാണ്. അപ്പൊ അത് നോക്കിയും കണ്ടു വേണം ചെയ്യാനുള്ള. വളരെ ശ്രദ്ധിച്ചു വേണം കാർഡ് ബോർഡിലോട്ട് കണക്ട് ചെയ്യാനുള്ളതും അതേപോലെ പവർ സപ്ലൈ കാർഡിലോട്ട് കൊടുക്കുന്നത്. അപ്പോൾ തന്നെ നമ്മൾ ഏകദേശം ബിൽഡ് ഒരു 90% ബിൽഡ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സിസ്റ്റം ഒന്ന് പവർ അപ്പ് ചെയ്തിട്ട് നമ്മളെ വോയിസ്, നമ്മളെ കസ്റ്റമർ തന്നിട്ടുള്ള SSD ഉള്ള വോയിസ് ഒന്ന് ബൂട്ട് ചെയ്യുക. ബൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെ ഹാർഡ്വെയറിന് ആവശ്യമായിട്ടുള്ള ഡ്രൈവേഴ്സ് പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. സോ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി ബാക്കി വരുന്നത് ഒറ്റൊരു സാധനം മാത്രമാണ്, ക്യാബിനറ്റ് ക്ലോസ് ചെയ്യാനുള്ള നമ്മളെ ഗ്ലാസ് പാനൽ. അപ്പൊ ഇതാണ് നമ്മളെ PCയുടെ ഫൈനൽ ലുക്ക് വരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമന്റ്, ഷെയർ, സബ്. നിങ്ങൾക്കും ഇതേപോലത്തെ PC ബിൽഡ് ചെയ്യണമെങ്കിൽ, അതും അഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യണമെങ്കിൽ നമ്മളെ ഷോപ്പിലോട്ട് കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ കമന്റ് ചെയ്താലും മതി.